സഹൃദയ സദസ്സിന് നന്ദി. ടീം ദൃശ്യ അവതരിപ്പിക്കുന്ന നാടകം ആയുധങ്ങളും ഇവിടെ കരയുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. സംഗമം അമൃത കലശം പേറിയെത്തും ദേവതാഗണ സംഗമം വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ ഭാർഗവൻ മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം ഭാർഗവൻ മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം ഭേദഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന ഭേദഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം അകലയല്ല പൊന്നുഷസിൻ സുഖതമാം പ്രത്യാഗമം ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം
ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന് കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന് കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിന്റെ കോണിലാ പീടികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുറന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. ഇരുളും തുറന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. ആയുധങ്ങളും ഇവിടെ കരയുകയാണ്. നാടകവിചാരം നിരാശാജനകമായ ഒരനുഭവമാണിന്ന്. ഒരു കാലത്ത് കേരള സാമൂഹ്യ ജീവിതത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ പ്രേരണ നൽകിയ കലാരൂപമായിരുന്നു നാടകം. പൊതുജീവിതത്തിലെ അനാശാസ്യതകൾക്കെതിരായ ആത്മരോഷം ജനമനസ്സിൽ ഉണർത്താൻ നാടകങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. നിർണായക ചരിത്ര സന്ദർഭങ്ങളിൽ സാമൂഹ്യ മാറ്റങ്ങളുടെ ദിശ നിശ്ചയിക്കാൻ പോലും നാടകങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് നാടകങ്ങൾ ഗൗരവപൂർണമായ ചർച്ചകൾക്ക് പോലും വിഷയമാകുന്നില്ല. തിളച്ചുമറിയുന്ന ജീവിതാനുഭവങ്ങൾ നാടകങ്ങളെ സ്പർശിക്കുന്നതേയില്ല. ഇന്ന് നാടകവേദിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ജനങ്ങളിൽ നിന്ന് നാടകങ്ങളെ അകറ്റിക്കൊണ്ടുപോയത് എന്ന ചോദ്യം. പരീക്ഷണങ്ങളുടെ പേരിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ നാടകങ്ങളുടെ ഇതിവൃത്തങ്ങളിൽ നിന്ന് കുടിയിറക്കിയവർക്ക് ഈ ദുരവസ്ഥയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? തനതു നാടക സംസ്കാരത്തിൻ്റെ പേര് പറഞ്ഞ് സംസ്കൃത ക്ലാസിക് നാടകങ്ങളുടെ പ്രമേയങ്ങളെയും അവതരണ ശൈലിയെയും അനുകരിച്ചവരും ജനങ്ങൾക്കിടയിൽ നിന്നും നാടകത്തെ അകറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ജനമനസ്സുകളിൽ നിന്നും ഒഴിഞ്ഞുപോയ കലയായി നാടകം മാറി. ഈ ഗ്രഹണകാലത്തും നാടകത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നു. മാനവികതയെ സ്വപ്നം കണ്ടു കഴിയുന്ന ജനതയ്ക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തു പകരാൻ ഇന്നും നാടകങ്ങൾക്ക് കഴിയും. രക്താഭിഷിക്ത നാടകങ്ങൾ സമൂഹത്തിൽ അരങ്ങേറുന്ന ഒരു ക്രൂരകാലത്തിലാണ് നാം ജീവിക്കുന്നത്. സഹിഷ്ണുത, മതനിരപേക്ഷത, പരസ്പര വിശ്വാസം തുടങ്ങിയ മൂല്യങ്ങൾ തിരോഭവിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടകാലത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിലാണ് ഇന്നത്തെ സമൂഹം. സാമുദായിക വികാരങ്ങളും മൗലികവാദങ്ങളും കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ചോരപ്പാടുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഉറക്കം കെടുത്തുന്ന ഭയം ജാതിമത വർഗീയ കലാപങ്ങളായിരുന്നു. മനുഷ്യൻ എന്തിന് മനുഷ്യനെ കൊല്ലുന്നു? ഈ ചോദ്യം ഹൃദയത്തിൽ തുളച്ചു കയറുന്നു. ഓർമ്മകൾ അയവിറക്കാനും രോമാഞ്ചമണിയാനുള്ളതുമല്ല, പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഇന്ധനമാണ്. തെറ്റുകളും ദൗർബല്യങ്ങളും പരിഹരിക്കാനുള്ള പ്രചോദനമാണ് ഓർമ്മകൾ പകരുന്നത്. വർത്തമാനകാലാനുഭവങ്ങളുടെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഭൂതകാല കുതിപ്പുകളുടെ ഇരമ്പുന്ന ചരിത്രത്തിലേക്ക് ഈ നാടകം കണ്ണുകൾ പായിക്കുന്നു.
മനുഷ്യർക്കും സ്ഥാപനങ്ങൾക്കും സംഭവിക്കുന്ന വിപര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സമൂഹത്തിൻ്റെ രോഗാവസ്ഥയെ വിചാരണ ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഗതകാല ചരിത്രത്തിൽ സാമൂഹ്യബോധത്തെയും ദേശീയ വികാരത്തെയും സ്വാതന്ത്ര്യ തൃഷ്ണയെയും മാനവികതയെയും മനുഷ്യ മനസ്സുകളിലേക്ക് സംക്രമിച്ചത് വായനശാല പ്രവർത്തനങ്ങളായിരുന്നു. അക്ഷരാഗ്നിയിൽ സ്ഫുടം ചെയ്ത് വാർത്തെടുത്ത സമൂഹചേതന നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. ചരിത്രത്തിൽ ഏറ്റവുമധികം ചോര ചൊരിഞ്ഞത് മതവൈര്യത്തിൻ്റെ ദുഷ്പ്രേരണകളാണ്. മതവൈര്യത്തിൻ്റെ വിഷബീജങ്ങൾ തലമുറകളിലേക്ക് കടന്നുകയറിക്കൊണ്ടിരിക്കുന്നു. നിഷ്കളങ്ക മനസ്സുകൾ പോലും ഈ വിഷബാധയിൽ കലുഷമാകുന്നു. അത് സൃഷ്ടിക്കുന്നത് ദുരന്തങ്ങളുടെ പരമ്പരകളെയാണ്. വിശക്കുന്നവൻ്റെ മുന്നിൽ നിവർത്തിവെച്ച പ്രത്യയശാസ്ത്രങ്ങളൊന്നും ആരുടെയും വിശപ്പ് മാറ്റിയില്ല, മാറ്റുകയുമില്ല. മതവൈവിധ്യങ്ങളുടെ മതേതര സുന്ദര സമൂഹം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. പ്രതികരിക്കുന്ന ആത്മാവുള്ള ഒരു ജനജാഗ്രതയാണ് ഇന്ന് അനിവാര്യമെന്ന തിരിച്ചറിവിലേക്ക് കലാസഹൃദയരായ പ്രേക്ഷകരെ നിങ്ങൾക്ക് മുന്നിൽ രംഗകലയുടെ നവീന സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രീ ഗോപകുമാർ കുറ്റിപ്പുറത്ത് സംവിധാനം നിർവഹിച്ച് ദൃശ്യകലാവേദി രംഗാവതരണം നടത്തുന്ന നാടകം ആയുധങ്ങളും ഇവിടെ കരയുകയാണ്. നാട്ടകം കലാസമിതിയും ഗ്രാമീണ വായനശാലയും സഹകാരികളായി നടത്തുന്ന നാടകസന്ധ്യയിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു സഹൃദയ മനസ്സുകളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്. നാടകരചന ജനു മഞ്ചേരി. അവതരണം ടീം ദൃശ്യ. പശ്ചാത്തല സംഗീതം ഷിമിൽ പി ജോൺ. രംഗപടം സജീവ് തോപ്പിൽ, സുരേഷ് ബാബു. മേക്കപ്പ് വേണു പി നായർ. സഹായികൾ ഹരിപ്രസാദ്, സുരേഷ് വാര്യർ, ശശികുമാർ, സുരേഷ് പുത്തന്മാരി. രംഗത്ത് ഗോപകുമാർ, ശശി പൂളയ്ക്കൽ, രാജ്മോഹൻ, ശശി കുന്നേക്കാട്ട്, ജ്യോതി കൃഷ്ണകുമാർ, മനോജ് ചീരാർ. സംവിധാനം ഗോപകുമാർ കുറ്റിപ്പുറത്ത്. ഇരുട്ടറകളിലെ മച്ചകങ്ങളിൽ അള്ളിപ്പിടിച്ചിരുന്ന ചീവീടുകൾ പുലമ്പുന്നു. ഈ നാട് ഒരിക്കലും നന്നാകില്ലെന്ന് തളരാത്ത ഉൾക്കരുത്തിൻ്റെ സംഘശക്തി വിളിച്ചോതുന്നു. ഈ നാട് നന്നാകും, ഈ നാട് നന്നാകും. മതഭ്രാന്തോതി ആർക്കോ വേണ്ടി തമ്മിൽ തല്ലി ചത്തൊടുങ്ങുന്നവരോടായി നമുക്ക് പറയാം, ഏറ്റവും മൂർച്ചയേറിയ ആയുധം അക്ഷരങ്ങളാണെന്ന്. ഈ നാടിനാവശ്യം പുറം മരുന്നല്ല, തിന്മയുടെ ഉറവിടം കണ്ടെത്തണം. വിത്തുകൾ ചുട്ടെരിക്കണം. നിങ്ങളും വേണം ഞങ്ങളോടൊപ്പം, നിങ്ങളും വേണം ഞങ്ങളോടൊപ്പം. ഞങ്ങൾ തുടങ്ങുന്നു. ആയുധങ്ങളും ഇവിടെ കരയുകയാണ്.
നെഞ്ചിന്റെ ഇടതാരിൽ ഒരു പെരുമ്പറ മുഴങ്ങുണ്ടല്ലോ. അതിപ്പോ പേടിക്കാതിരിക്കോ? നമ്മളും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കക്കന്മാരാ, നമ്മളും കള്ളന്മാരാ. ആ പറന്ന് പോയിതേ പോലീസാ. വെറും പോലീസാ? ഒരു പട്ട സാധാരണ നമ്മളിട്ട് ഓടിക്കാറ് ഒന്നോ രണ്ടോ പോലീസാ. ഇത് ഫുൾ സെറ്റപ്പ് അല്ലേ? വെളുത്ത കാറ്, അതിന്റെ പിന്നില് കാറ്, അതിന്റെ പിന്നിൽ ജീപ്പ്, പിന്നെയും ജീപ്പ്. ചിന്ന, ഓ, അവര് നമ്മളെ തെരഞ്ഞു വന്നതല്ല. ഒരു പെരും കള്ളം വരുന്നുണ്ട്. ആ മന്ത്രിയുടെ വരവിന്റെ റിഹേഴ്സലാ ഇപ്പൊ കണ്ടത്. ഈ മന്ത്രിയുടെ ഇപ്പോഴത്തെ വരവേ എന്താ കാലാവധി തീരാറായോ? നീ ഏത് കോത്താട്ടുകാരനാടാ? ഇന്നലെ പിന്നെയും വെട്ടി. ഇന്നലെ പിന്നെയും പറ്റിയോ? രണ്ടാളാ പോയത്. അപ്പൊ 6, 4 കൂടി കൂടിയോ 10. അട്ടെ, ഇന്നലെ ഏത് കൂട്ടരാ പോയത്? ആർക്കറിയാം? ഏതോ അമ്മ പറ്റ മക്കളാണെന്നറിയാം. അല്ല, ഈ മന്ത്രിയുടെ ഇപ്പോഴത്തെ വരവേ എണ്ണം കൂട്ടണമെന്ന് പറയാനോ അതോ ഇനി വേണ്ടെന്ന് പറയാനോ? കടമ തീർക്കാൻ, പത്രത്തിൽ പേര് വരാൻ. ചെമ്പോ, ഈ മന്ത്രിയുടെ ഒരു കളി, ഈ പന്ത് കളിയില് ഗോളടിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ഈ മനുഷ്യൻ തല്ലിച്ചാകുന്നത്? ചോര ചീന്തി കുടിക്കാൻ, അല്ലാതെന്താ? വെറുതെ അല്ല, റോട്ടിലൊന്നും ഒരു മനുഷ്യനില്ല, എന്ത് വന്നാലും തുറക്കാറില്ല. ആശുപത്രിയുടെ മുന്നിൽ അബൂക്കിന്റെ കട വരെ തുറന്നിട്ടില്ല. ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് പറയാ, ചെമ്പ ജീവൻ വേണമെങ്കിൽ ജിപ്പ പോയിക്കോ, അണക്കിപ്പ ബസ്കിണെന്ന് പറയാൻ ഒരു ഭയരെങ്കിലും ഉണ്ട്. ഇവിടെ നിന്ന് അത് കാണൂല. അണക്ക് എന്തെങ്കിലും പൊടി കിട്ടിയടാ ചെലുത്താന്? ഇവിടെ 1, 4, 4 കേട്ടടാ? 1, 4, 4 ചെമ്പോ. ഇവിടെ 1, 4, 4 അതെ, ഇവിടെ 144. ഒന്ന് കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. ഒന്നുറക്കെ സംസാരിച്ചൂടാ. എന്തിന്? ഒന്നുറക്കെ ചിരിച്ചൂടാ. ഈ 144 ഇത്ര കേമാണെങ്കിൽ ഒരു 200 എന്തായിരിക്കും ആ സ്ഥിതി? വിശിക്കുന്നടാ, ഒരു തീറ്റിപ്പണ്ടാരം. നോക്കട്ടെ. ഇന്നത്തെ കഞ്ഞിയാ എന്റെ, കുടിച്ചോ. ചെമ്പനോ? എനിക്ക് വിശപ്പിലാക്കിയത് മതി. അതാ പറഞ്ഞത്, മനുഷ്യനായാൽ ഒരു വീട് വേണം, വീടായാൽ ഒരു പെണ്ണ് വേണം,
പെണ്ണായാൽ പെണ്ണായാൽ കണ്ണിൽ സുർമ വേണം. ഓ, എല്ലാം തികഞ്ഞവൻ. എന്തേ? പൊട്ടിപ്പൊളിഞ്ഞാണെങ്കിലും എനിക്കൊരു വീടില്ലടാ. എന്നെ നോക്കാൻ എന്റെ ഈ മുത്തശ്ശിയില്ലേ? ഇപ്പൊ പറഞ്ഞത് ശരിയാ. എന്നെ വഴിയോരത്തിൽ നിന്നും ഈ പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നാൾ മുതൽ ചോദിക്കണമെന്ന് തോന്നിയതാ. പക്ഷെ എന്തോ ഇപ്പൊ ചോദിക്കാൻ തോന്നുന്നു. ആരാരും കേറാത്ത ഈ ഇടം, ആരും വരാത്ത ഈ സ്ഥലം, എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ മുറ്റം, ചിതലുകളും ചിവീടുകളും സ്വൈരവികാരം കൊള്ളുന്ന ഈ ഇടം എങ്ങനെ എങ്ങനെ നീ കണ്ടെത്തി? ഇതെന്റെ എക്കാലത്തെയും ഈ മുറ്റത്താണത്രേ ആരോരുമില്ലാത്ത എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടത്. ചോര വാർന്നു വാർന്നു ജീവനറ്റ എന്റെ അമ്മയുടെ അടിയിൽ കിടന്ന് കുറുമ്പ് കടിയേറ്റ് ഞാൻ കരഞ്ഞത്രേ. അന്ന് ആ വായനശാല സൂക്ഷിപ്പുകാരനായ കേളുമാമന എന്നെ കണ്ടത്, എന്റെ അടുത്ത് വളർത്തിയത്. ഉറുമ്പുകളാ എനിക്ക് ജീവൻ നൽകിയത്. കേളുമാമന എന്നെ പോറ്റിയത്. എന്നെ കഥ പറഞ്ഞു ഉണർത്തുകയും ഉണർത്തുകയും ചെയ്തിരുന്ന എന്നെ ഈ മുത്തശ്ശി ശമ്പ, ഇങ്ങനെയാണെങ്കിൽ നീ ഒന്നും പറയണ്ടടാ. അല്ലെങ്കിൽ വേണ്ട, എല്ലാം പറയും, എല്ലാം പുറത്തേക്ക് ഒഴുകട്ടെ. പറയാം, എല്ലാം പറയാം. ഈ മുറ്റം എല്ലാ കാലത്തെയും എന്റെ സംരക്ഷകനാണ്. കുട്ടിക്കാലത്ത് ഇവിടെ എന്തൊരു ബഹളായിരുന്നു. ലോകോത്തര സാഹിത്യങ്ങൾ കളിച്ചും ചിരിച്ചും കുഞ്ഞിച്ചും നിറമാടിയിരുന്ന ഈ കുറ്റത്തെ കൂട്ടായ്മയായിരുന്നു എന്നും എന്റെ സംരക്ഷകൻ. അന്നത്തെ ആ വലിയ ജനക്കൂട്ടായ്മയായിരുന്നു ഇവിടത്തെ എല്ലാം ആ ജനക്കൂട്ടായ്മയായിരുന്നു ഈ നാടിന്റെ എല്ലാം. പക്ഷെ ഇന്ന് ആളുകൾ കയറാത്ത ഇടം കള്ളനായ എന്നെ കാക്കുന്നു. കള്ളനായ എന്നെ കാക്കുന്നു. ഒരു കള്ളന്റെ കഥ ഒരിക്കലും കള്ളക്കഥയാവില്ലടാ. പറയേ. പറയാം. ഇത് വെറും കഥയല്ല. എന്റെ മുത്തശ്ശിയുടെ കഥ അല്ല, നമ്മുടെ മുത്തശ്ശിയുടെ കഥ. നമ്മുടെ മുത്തശ്ശിയുടെ കഥ ഇത് ജീവനുള്ള കഥയാ. ജീവനുള്ള കഥയാ. എന്റെ കഥ, എന്റെ കഥ, എന്റെ കഥ. പറയേ. ഇതുവരെ പറയാതിരുന്ന സർവ കഥകളും പറയേ. പറയാം, ഞാൻ കഥ പറയാം. പറയേ ചെമ്പ, പറയേ. പറയാം, കണ്ടതും കേട്ടതും ഞാൻ പറയാം. ഇത്
എന്റെ 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 സ്വന്തം സർവം സഹയായ പൊന്നോമന വായനശാല. ഓ, പൊന്നോമന വായനശാല. ഇന്നത്തെ മുതുമുത്തശ്ശന്മാരുടെ യൗവനകാലത്ത് രൂപം കൊണ്ടത്രേ ഈ സ്ഥലവും ഈ പുരയുടെയുമെല്ലാം. ഇത് പുല്ലൂർ മനവക. ഓ, പുല്ലൂർ മന ഇല്ല മക. ഭ്രാന്താലയമായിരുന്ന കേരളത്തെ രക്ഷിക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നന്മ നിറഞ്ഞ തമ്പുരാക്കന്മാരുടെ ഒരു ഇടപെടൽ. തമ്പുരാനെ, അക്ഷരം അഗ്നിയാണെന്ന് നീ കേട്ടിട്ടില്ലേ? ആ അഗ്നിക്ക് തിന്മകളെ ചുട്ടരിക്കാൻ മാത്രമല്ല, നന്മകൾക്ക് വിത്തുവാകാനും കഴിയും. അക്ഷരലോകം കിട്ടാക്കണിയാണെന്ന് നിരീക്ഷിച്ചിരുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക്, എൻ്റെ പ്രജകൾക്ക് നാം പുസ്തകം നൽകി, പുസ്തകം വയ്ക്കാനൊരിടവും നൽകി. അറിയാം തമ്പുരാനെ, അറിയാം. നാടിനെല്ലാവർക്കും അറിയാം. തമ്പുരാൻ ചോര തറച്ച് മരിച്ചാണല്ലോ ഇവിടെ. നോം വെച്ചതല്ല, ഒരുപാട് പേരുടെ, ബുദ്ധിയുള്ളവരുടെയും സന്മനസ്സുള്ളവരുടെയും കാരുണ്യം കൊണ്ട് ഉണ്ടായതാ ഈ ഇടം. പല്ല് കൊഴിഞ്ഞവരും പല്ല് മുളയ്ക്കാത്തവരും ഈ വായനശാലയുടെ ഭാഗമായിട്ടിവിടെ ഉണ്ടായിരുന്നു. വായനയിലൂടെ സ്വർഗം കണ്ടെത്തിയിരുന്നു. ഒരുമയോടെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇനിയും പലതും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ നാട്ടുകാർക്ക് വേണ്ടി പലതും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാ എൻ്റെ മരണം ഉണ്ടായത്. അറിയാം തമ്പുരാനെ, അറിയാം. തമ്പുരാൻ ചോര തറച്ച് മരിച്ചല്ലേ ഇവിടെ. അല്ല, ചോര ഛർദിച്ച് മരിച്ചതല്ല, എന്നെ കൊന്നതാ. എന്റെ സംബന്ധപുത്രൻ എന്നെ കൊന്നതാ. എല്ലാവർക്കും അറിയാലോ തമ്പുരാനെ, ഈ നാട്ടില് എന്റെ സംബന്ധപുത്രൻ എന്നെ കൊന്നതാ. അത് ഈ നാട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാ. അറിയുന്നവരൊട്ട് പറയാൻ സമ്മതിക്കൂല. പക്ഷേ എന്റെ കേളൂനതറിയാമായിരുന്നു. അങ്ങനെ തമ്പുരാന്റെ മരണശേഷം പുതിയ അവകാശികൾ വന്നു. നാടിന്റെ നന്മയ്ക്കായി സമർപ്പിച്ച വായനശാലയ്ക്ക് പുതിയ അധികാരികൾ വന്നു. പുസ്തകങ്ങളെക്കാൾ അധികം ലോഡ്ജ് മുറികളെയും മദ്യക്കുപ്പികളെയും സ്നേഹിക്കുന്ന അവർക്ക് ഇവിടം വിട്ടുകിട്ടണത്രേ. ബാറുകൾ പണിയാൻ അവരെന്ത് പണിയും? നമ്മുടെ മുത്തശ്ശിയെ നശിപ്പിക്കാനായി അവർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും അരിഞ്ഞുകളയും. അവർ
അന്ന് വിതച്ച വിത്ത ഇന്നും ഇവിടെ താണ്ഡവമാടുന്നത്. എന്താ അവിടെ പിന്നെയും വെട്ടിയോ? എന്താടാ, എന്താ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? വെട്ടട്ടടാ, വെട്ടട്ടെ, ചാകട്ടെ, ചാകട്ടടാ. നമുക്ക് ഈ മുറ്റത്ത് വരുമ്പോ നോക്കിയ പോലെ. നീ ആരാ? നീ ആരാ? നീ ചെമ്പൻ, ഞാൻ ചിന്നൻ. നീ ചിന്നനല്ല, നീ ചിന്നനല്ല. പറ, നീ ആരാ? നീ ആരാ? ഇത്രയും കാലം നമുക്കിടയിൽ യാതൊരു രഹസ്യമില്ലെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ഇല്ലല്ലോ. ഈ ആയുധം ഇത്രയും കാലം എന്റെ കയ്യിൽ കാണാത്ത ഈ ആയുധം, പറ, നീ ആരാ? നീ ആരാ? നീ ആരാ? ഞാൻ ചിന്നൻ, ഒരു വർഗീയ ലഹരിയുടെ വാൾമുനയിൽ കോർത്തെടുത്ത പാവം കുടുംബത്തിലെ അവസാന കണ്ണി. ഞാൻ ചിന്നൻ. അഭിയാണ് എന്റെ ലക്ഷ്യം. അരിഞ്ഞ് തള്ളി ഞാൻ. ചിന്ന, ചിന്ന, നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്ത് പറ്റിയടാ? എടാ, കൊല്ലുന്നതല്ല ശാശ്വത പരിഹാരം. പക തലമുറകൾക്ക് കൈമാറേണ്ടതല്ല. കൊല്ലും ഞാൻ. എന്നെ അനാഥരാക്കിയവരിൽ ഒരാളെങ്കിൽ കൊല്ലും ഞാൻ. ചെമ്പനാണ് പറയുന്നത്. എന്ത് പറ്റി? പോണം, എനിക്ക് പോണം. ഒരാളെങ്കിൽ അരിഞ്ഞു വീഴ്ത്തും ഞാൻ. അവരിൽ ഒരാളെ കൊന്നാൽ ഇത് കലി അടങ്ങൂ. കലി അടങ്ങൂ. എന്നാ കൊല്ലേ. നീ എന്റെ കൂട്ടുകാരനായി പോയി. അല്ലെങ്കിൽ അവരിൽ ഒരാൾ എത്ര കൂട്ടാണെങ്കിലും നീ കൊല്ലൂ. തീർച്ചയായും നീ കൊല്ലുമോ? കൊല്ലും ഞാൻ. എന്നാ കൊല്ലേ. പറയാറില്ലേ, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്നെ കാണാറില്ലെന്ന്.
നൊന്തു പ്രസവിച്ച അമ്മ ആ ഭ്രാന്തിക്ക് ആരോ സമ്മാനിച്ചായിരുന്നു അത്രേ ഞാൻ. ചോര വാർന്നു വാർന്നു മരിച്ച എന്റെ അമ്മ, ആ അമ്മ ഏത് മതക്കാരിയാണെന്നോ ഏത് ദേശക്കാരിയാണെന്നോ എനിക്കറിയില്ല. എന്റെ അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നെ വളർത്തിയ കേളുമാമൻ എന്നോടിട്ട് പറഞ്ഞതുമില്ല. ആ അമ്മയുടെ കുഴിമാടം കാണാനാ ഞാൻ പോകുന്നത്. അവിടുത്തെ ഓരോ മൺതരിക്കും എന്റെ അമ്മയുടെ ഗന്ധമാണ്. ഇനി തനിക്ക് എന്നെ കൊല്ലാം. നിന്റെ ആയുധത്തലപ്പിന്റെ ദാഹം തീർക്കാം. കൊല്ലും, കൊല്ലും. അഭിരാണെന്റെ ശത്രുക്കൾ, അഭിരാണെന്റെ ശത്രുക്കൾ. എനിക്ക് ഭ്രാന്താണ്. എന്റെ ജന്മം പാഴാക്കിയ അവരിൽ ഒരാളെങ്കിൽ എനിക്ക് വേണം. ഞാൻ പോകും. എനിക്ക് പോണം. പോകരുതടാ ചിന്ന, പോകരുതടാ. പോണം ചിന്ന, പോകരുതടാ. ചെമ്പനാടാ പറയുന്നത്. ചിന്ന, പോകരുതടാ. ചിന്ന, പോകരുതടാ. പോണം. രക്തദാഹിയുള്ള മന്ത്രത്തിന് ഇത്ര ശക്തിയോ? ചിന്ന, പോകരുതടാ. നിന്റെ ചെമ്പ
പോകരുതടാ, 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 പോകരുതടാ ചിന്ന, പോകരുതടാ, പോകരുതടാ ചിന്ന, പോകരുതടാ ചിന്ന, പോകരുതടാ ചിന്ന, പോകരുതടാ, എന്നെ തനിച്ചാക്കി പോകരുതടാ ചിന്ന. പോണം, പോകരുതടാ ചിന്ന, എനിക്ക് പോണം, പോകരുതടാ. പോകും ഞാൻ. എന്നാ പോ, പോ, എന്നോട് വേണ്ട. ഈ മുത്തശ്ശി ഓർത്തെങ്കിലും കൊല്ലരുതെന്നാ ഇതിലെ പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതാ ഞാനൊരു ജിന്നിന് പട്ടിണിയിലും പകർന്നു തന്നത്. എന്നാ പോ, പോ. ഈ ചെമ്പൻ ഒറ്റയ്ക്കാ. ഞാൻ എന്റെ ഈ മുത്തശ്ശൻ മടിയക്കറിനെ മരിക്കൂ. നാളെ നമ്മളിവിടെ ഇല്ലെന്നറിഞ്ഞാൽ അവർ വരും, നമ്മുടെ മുത്തശ്ശിയെ പിച്ച് ചീന്തും. നമ്മളായിരുന്നു അവർക്ക് തടസ്സം, നമ്മളായിരുന്നു. പട്ടിണിയാണേലും ഇവിടെ ചേർത്ത് പിടിച്ചത് നമ്മളുടെ മുത്തശ്ശിയെ കാക്കാനായിരുന്നു. എന്റെ വലം കൈയായി എന്റെ മരണം വരെ എന്റെ ചിഹ്നമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ഓ, ഞാൻ ഒറ്റയാണെന്ന് അറിഞ്ഞാൽ അവർ വരും, നമ്മുടെ മുത്തശ്ശി ഇടിച്ച് നിരത്തും. മുത്തശ്ശി നമ്മൾ ഒറ്റയ്ക്കാ, പക്ഷേ അവസാന ശ്വാസം വരെ ഞാൻ എന്റെ മുത്തശ്ശിയെ കാക്കും. അവസാന ശ്വാസം വരെ, അവസാന ശ്വാസം വരെ. മുത്തശ്ശി നമ്മൾ ഒറ്റയ്ക്കാ, നമ്മൾ ഒറ്റയ്ക്കാ, നമ്മൾ ഒറ്റയ്ക്കാ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായാളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളി കാശിനായേശുവെ ഒറ്റ
ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടുകാരെന്നു നടിച്ചെൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ്. 30 വെള്ളിക്കാശിനായേശുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട്. കൂട്ടായി നിന്നെൻ്റെ കൂട്ടം പിരിക്കുവാൻ കുത്തിത്തിരിപ്പുമായി കൂടെയുണ്ട്. തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ. എനിക്കറിയാം എന്റെ കുഞ്ഞിനെ എന്നെ വിട്ടുപോകാൻ കഴിയില്ല. എനിക്കറിയാം എന്റെ കുഞ്ഞിനെ വിട്ടുപോകാൻ കഴിയില്ല. ഇല്ല ചന്ത, ചെമ്പനെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. എനിക്കറിയാം ചെമ്പൻ പറഞ്ഞതാ ശരി. കൊല്ലുന്നതല്ല ശാശ്വത പരിഹാരം. വേണ്ട ചമ്പ, എനിക്ക് നീ ആയുധം വേണ്ട. എനിക്ക് നീ ആയുധം വേണ്ട. ഇല്ല, അതിനകത്ത് ആയുധമില്ല. ഞാനിതെടുത്ത് മാറ്റി. നന്മക്കായുള്ള ചെറിയൊരു കളവ്. സാരില്ല, ഞാൻ എടുത്തു തരാം. വേണ്ട, ചെമ്പൻ ചെയ്തത് നന്നായി. വേണ്ട ചെമ്പ, നമുക്ക് ഇനി ആയുധം വേണ്ട. വേണ്ട ചെമ്പ, വേണ്ട 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 ആയുധം വേണ്ട. നമുക്ക് ഇനി ആയുധം വേണ്ട. വേണ്ട ചെമ്പ, വേണ്ട ചെമ്പ, നശിപ്പിക്കാനായിട്ട് നമുക്കത് വേണം. വേണ്ട ചെമ്പ, നശിപ്പിക്കാനായിട്ട് നമുക്ക് നമുക്ക് വേണം. ഇനി ആയുധം വേണ്ട. നമുക്ക് ഉപയോഗിക്കണ്ട, പക്ഷെ നശിപ്പിക്കാനായിട്ട് നമുക്കത് വേണം. വാ വാ വാ, നോക്കാം നോക്കാം. എവിടെ 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 എവിടെ? വാ, വാ. ഇവിടെ വെച്ചതാണല്ലോ, ഇവിടെ വെച്ചതാണല്ലോ, ഇവിടെ വെച്ചതാണല്ലോ. കാണാനില്ല, കാണാനില്ല. എവിടെ വെച്ചതാ? വേണ്ട. ഞാനിവിടെ വെച്ചതാണല്ലോ. ഇവിടെ കാണാനില്ല, കാണാനില്ല. അതാ അതാ അവിടെ, അതാ അവിടെ, അവർക്കിടയിൽ, അവർക്കിടയിൽ. അതാ ആയുധം, അതാ ആയുധം. കണ്ടു, കണ്ടു. അതാ, നമുക്കത് വേണം. നോക്ക്, കണ്ണു തുറന്നു നോക്ക്. അതാ ആയുധം, അതാ ആയുധം. അകക്കണ്ണു തുറന്നു നോക്കൂ. ഞങ്ങൾക്ക് നമുക്കത് വേണം. നശിപ്പിക്കാനായിട്ട് ഞങ്ങൾക്കത് വേണം. വേണം. ആയുധങ്ങൾ ഞങ്ങളോട് അതാ പറയുന്നത്. വേണം. ഞങ്ങൾക്ക് തരൂ. വേണം. ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്കത് വേണം. ആഴങ്ങളിലേക്ക് കുഴിച്ചു വേണം. പോകണം. നശിപ്പിക്കണം. വേണം. നശിപ്പിക്കണം. ഞങ്ങൾക്കത് വേണം. നശിപ്പിക്കണം. അതിന് കൈവച്ചൂടാ, അത് പറഞ്ഞു വേണം. കൊടുത്തൂടാ. തരൂ. നമുക്കത് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് വേണം. ഉണർന്നവർക്കായി ഉണർന്നിരിക്കാം. ഉണർന്നിരിക്കാം. വേണം. കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന്